ഹരേ കൃഷ്ണ. ഭക്തമാനസങ്ങളിൽ ആനന്ദാമൃതം ചൊരിയുന്ന പൊന്നു ഗുരുവായൂരപ്പൻ്റെ പുണ്യസന്നിധിയിൽ ഇന്ന് വിശേഷപ്പെട്ടൊരു ദിവസമാണ്. ഭഗവാന്റെ ഓരോ അലങ്കാരവും ഓരോ ലീലകളാണ്. ഇന്ന് ശ്രീലകത്ത് തെളിയുന്നത് വീരരസവും കരുണയും ഒക്കെ ഒരുപോലെ സമ്മേളിക്കുന്ന ഒരു ചൈതന്യഭാവമാണ്. കംസന്റെ കൊട്ടാരവാതിൽക്കൽ തടസ്സമായി നിന്ന് കുവലയപീഠം എന്ന് പറഞ്ഞിട്ടുള്ള മദയാനയെ നിഗ്രഹിച്ച് മോക്ഷം നൽകിയ ആ വീരശൂര പരാക്രമിയായ ഉണ്ണിക്കണ്ണൻ്റെ ഭാവമാണ് ഇന്ന് ചാർത്തിയിട്ടുള്ളത്. ശ്രീലകത്ത് വിളക്കുകൾക്ക് നടുവിൽ കളഭത്തിൽ പൊതിഞ്ഞ ആ രൂപം കാണാൻ എന്തൊരു ഭംഗിയാണ് എന്നറിയോ. വീരസിംഹാസനത്തിൽ ഭഗവാൻ ഇരിക്കണു എന്നുള്ളതാണ്. വീരനായിട്ടാണ് ഭഗവാൻ. അതൊരു വേറൊരു നിൽപ്പൊന്നുമല്ല. മതിച്ചു പാഞ്ഞു വന്ന കുവലയ പീഠത്തെ ഭഗവാൻ നിലംപരിശാക്കിയിരിക്കുകയാണ്. ആനയുടെ തുമ്പിക്കൈക്ക് മുകളിൽ ഒരു തൃപ്പാദവും മസ്തകത്തിനു മുകളിൽ അടുത്ത തൃപ്പാദവും അമർത്തി ചവിട്ടി ആനയുടെ മുകളിലേക്ക് ഓടിക്കയറി നിൽക്കുന്ന ഒരു മിടുമിടുക്കനായിട്ടുള്ള പൊന്നുണ്ണി കണ്ണനാണ് ഇന്ന് ശ്രീലകത്തുള്ളത്. ഇനി എങ്ങനെയാ നിൽക്കണമെന്ന് അറിയണ്ടേ? ഇടത് കൈ കൊണ്ട് വിജയഭാവത്തിൽ ആനയുടെ ഒരു കൊമ്പും കൂടെ ഊരിയെടുത്തിട്ട് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് നിൽക്കുകയാണ്. വലത് കൈയിലോ ആ കൊമ്പ്, രണ്ടാമത്തെ കൊമ്പ് വലത് കൈയിൽ മാറോട് ചേർത്ത് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ചുവന്ന പട്ട് ഞൊറിഞ്ഞെടുത്ത് പൊൻതളകൾ കിലുങ്ങുന്ന തൃപ്പാദങ്ങളുമായിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. കഴുത്തില് മാങ്ങാമാലയും തിളങ്ങുന്ന പതക്കവും ചാർത്തിയിട്ടുണ്ട്. കംസന്റെ ക്ഷണപ്രകാരമാണ് ഭഗവാൻ മധുരയിലേക്ക് പോണത്. എന്നിട്ട് അവിടെ നിന്നുള്ള ചതിപ്രയോഗമാണ് ഈ മദയാനയുടെ അല്ലെങ്കിൽ കുവലയ പീഠത്തെ കൊണ്ട് കണ്ണനെ കൊല്ലിക്കാന്നുള്ളത്. അങ്ങനെ ചെയ്തപ്പോൾ പാഞ്ഞെടുത്തു വന്ന മദയാനയെ വധിച്ചതിന് ശേഷം കുവലയ പീഠത്തിന് മോക്ഷം നൽകി ഭഗവാൻ അതിൻ്റെ രണ്ടു കൊമ്പുകളും ഊരിയെടുത്തിട്ടാണ് പിന്നെ കംസന്റെ രാജധാനിയിലേക്ക് പോണത്. ഭഗവാന്റെ പീലിത്തിരുമുടിയിൽ 3 മയിൽപ്പീലികൾ ഭംഗിയായി വെച്ചിട്ടുണ്ട്. നെറ്റിയിലും ചെവിയിലും ഗോപി തിലകം ചാർത്തിയിട്ടുണ്ട്. ആ പുഞ്ചിരി, മന്ദഹാസം അതിപ്പോഴും ഭഗവാന്റെ മുഖത്തുണ്ട്. പിന്നെ ആ പുഷ്പാലങ്കാരങ്ങളൊക്കെ നോക്കി നോക്കൂ, എന്താ ഭംഗി! വിധാനമായിട്ടും കണ്ണൻ്റെ മേലും ഉണ്ടമാലകൾ തന്നെയാണ് ചാർത്തിയിട്ടുള്ളത്. തുളസിയും തെച്ചിയും താമരയും ചേർത്തിട്ടുള്ള ഉണ്ടമാലകളാണ് വിധാനമായിട്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എന്താണ് കുവലയപീഠം എന്ന്, നമ്മുടെ ആത്മീയമായിട്ടുള്ള അർത്ഥം എന്താണെന്ന് നോക്കാം. കുവലയപീഠം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ അഹങ്കാരമാണ്. അത് ബുദ്ധിയെയും വിവേകത്തെയും മറയ്ക്കുന്ന അഹങ്കാരമാകുന്ന മദയാനയെ ഭഗവാൻ തൻ്റെ തൃപ്പാദങ്ങളാൽ അമർത്തി ചവിട്ടി നമുക്ക് മോക്ഷം നൽകണു എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത്. ഭയം മാറ്റുന്ന ഭഗവാനാണ്. കംസന്റെ കോട്ടവാതിൽക്കൽ തടസ്സമായി നിൽക്കുന്ന ആന നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള തടസ്സമാണ്. ഭഗവാനെ ശരണം പ്രാപിച്ചാൽ അത് ഏത് വലിയ തടസ്സമാണെങ്കിലും അത് തകർക്കാൻ ഭഗവാൻ തന്നെ ഉണ്ടാവും തുണയായിട്ട് എന്നുള്ളതിൻ്റെ അടയാളം കൂടിയാണ് ഈ അലങ്കാരം. ഓരോരുത്തർക്കും പൂർണ്ണമായി വിശ്വസിക്കാനുള്ള തുണയാണ് ഭഗവാൻ എന്നുള്ളതാണ്. തുമ്പിക്കൈയിലൂടെ ഓടിക്കയറി മസ്തകത്തിൽ ചവിട്ടി നിൽക്കുന്നത് ഭക്തന്റെ പ്രാർത്ഥനകള് ഭഗവാനിലേക്ക് എളുപ്പത്തിൽ എത്തുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ചീത്ത ചിന്തകളെയൊക്കെ മാറ്റി മോക്ഷം നൽകാൻ ഭഗവാൻ പുഞ്ചിരിയോടെ നിൽക്കുകയാണ്. എപ്പോഴും കണ്ണനെ കാണാനൊന്നും കഴിയില്ലെങ്കിലും മനസ്സിൽ നമുക്ക് എന്നും കണ്ണൻ്റെ വർണ്ണനയിലൂടെ നമുക്ക് ഗുരുവായൂർ കണ്ണൻ്റെ ഓരോ ദിവസത്തെ അലങ്കാരം നമുക്ക് മനസ്സിൽ കാണാം. കണ്ണൻ സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും ഉണ്ട്. ഗുരുവായൂരിലുള്ള അലങ്കാരം എന്ന് പറയുന്നത് അത് വർണ്ണനയിൽ കൂടി നമുക്ക് മനസ്സിൽ കാണുകയും ചെയ്യാം. നാരായണ നാമം ജപിച്ചുകൊണ്ട് ആ തൃപ്പാദങ്ങളിൽ നമുക്ക് അഭയം തേടാം. ആ മസ്തകത്തിൽ ചവിട്ടി നിൽക്കുന്ന 2 കുഞ്ഞിക്കാലുകൾ നമ്മുടെ മനസ്സിലെ
തമസ്സിനെ അകറ്റി പ്രകാശം ചൊരിയട്ടെ. ആ പ്രകാശമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നാരായണ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.